സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സേ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ അറിഞ്ഞു പറയുന്ന സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാവുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈ അംഗങ്ങൾ അവിടെ തന്നെ തുടരുക. അടുത്തതായിട്ട് നമുക്ക് സ്വാഗത പ്രസംഗത്തിന് വേണ്ടി ഭാരതി ചീഫ് കോർഡിനേറ്റർ മിസ്റ്റർ പ്രിൻസ് ജോസഫിനെ ക്ഷണിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ വളരെ ചുരുക്കിയാണ് പറയുന്നത്. കാര്യം നമുക്ക് ഓൾറെഡി സമയം ഒത്തിരി പോയി. വേദിയിൽ വന്നിരിക്കുന്ന എല്ലാ CMC അംഗങ്ങൾ, അത് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, എല്ലാ SMC അംഗങ്ങൾക്കും, അതുപോലെ തന്നെ ഇവിടെ കളിക്കാൻ എത്തിയിരിക്കുന്ന 135ഓളം നിങ്ങൾക്കും ഏവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരും കളിയിൽ ജയതോൽവികളുണ്ടാകും. എല്ലാവരും കളി എൻജോയ് ചെയ്ത് കളിക്കുക. ഓക്കെ, എല്ലാവരും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി. സെൻട്രൽ ഏരിയ ഭാരവാഹികളെ, ബാലദീപ്തി കമ്മിറ്റി അംഗങ്ങളെ, ഇവിടെ എത്തിയിരിക്കുന്ന SMCA അംഗങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട ബാലദീപ്തി കുട്ടികളെ, നിങ്ങളിന്ന് വാശിയേറിയ ഒരു ഫുട്ബോൾ മാമാങ്കം നമ്മൾ എല്ലാ വർഷവും തുടർച്ചയായി നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് ഈ വർഷവും നമ്മൾ ജൂബിലിയോടനുബന്ധിച്ചുള്ള ടൂർണമെന്റ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നിങ്ങള് ഭാവിയിലേക്ക് വളർന്നു വരുന്ന കളിക്കാരാണ്. അതുകൊണ്ട് തന്നെ കളിയെ ആസ്വദിച്ച് സന്തോഷത്തോടുകൂടി കളിക്കുക. നിങ്ങളെ കളിക്കുമ്പോൾ നിങ്ങളുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിച്ച് നമ്മുടെ സംഘടനയുടെ, നിങ്ങളുടെ ബാലദീപ്തിയുടെ എല്ലാം ആശയങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ കളികൾ നടക്കട്ടെ. കളികൾ ഗ്രൗണ്ടിൽ മാത്രമായി ഒതുങ്ങട്ടെ എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. മാതാപിതാക്കളും വോളണ്ടിയേഴ്സ് എല്ലാവരും നമ്മൾ കുട്ടികളുടെ ആവേശം നമ്മളിലേക്ക് പടരുമ്പോൾ, നമ്മളുടെ പണ്ട് കാലത്തെ കളികളൊക്കെ ഓർക്കുമ്പോൾ ആ ആവേശത്തെ അണപൊട്ടി ഒഴുകാതെ ഗ്രൗണ്ടിൽ മാത്രമായി കുട്ടികൾ കളിക്കട്ടെ. അവർ കളിച്ചു വളരട്ടെ. തോൽവിയും ജയവും നേരിടാനുള്ള ഒരു മാനസികാവസ്ഥയുടെ പരിശീലനം കൂടിയാണ് ഈ മത്സരങ്ങൾ. കളിക്കുമ്പോൾ ജയിക്കാം, തോൽക്കാം, എല്ലാവരും കൂട്ടുകാരാണ്. അത് നിങ്ങൾക്ക് മറന്നുപോകരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ നിമിഷവും ഈ കളിക്കുമ്പോൾ ഇത് ആസ്വദിച്ച് കളിക്കുക. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ മത്സരത്തിലേക്ക് കടക്കുകയാണ്. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ആദ്യം നൽകിയിരുന്നു. നിങ്ങളുടെ ടീം മാനേജേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. റഫറിയുടെ തീരുമാനം അന്തിമമായിരിക്കും. ഒരു കാരണവശാലും വീഡിയോ ഷൂട്ടിംഗ് കൊണ്ട് ഒരു ജഡ്ജ്മെന്റ് ആരും വരരുത്. വീഡിയോ ഷൂട്ടിംഗായിട്ട് ജഡ്ജ്മെന്റ് നമുക്കില്ല. റഫറിമാര് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള റഫറിമാരാണ്. അവരുടെ തീരുമാനമായിരിക്കും അന്തിമം. കോർട്ടിലെ തീരുമാനങ്ങൾക്കകത്ത് മാനേജിംഗ് കമ്മിറ്റിയിലല്ല, റഫറിക്കാണ് അന്തിമ തീരുമാനം. അത് പ്ലെയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പ്ലെയേഴ്സ് ദയവായിട്ട് നിങ്ങളുടെ സമയത്ത് കോർട്ടിൽ റിപ്പോർട്ട് ചെയ്യുക. ഇനി ആദ്യം നടക്കുന്ന മത്സരം സീനിയേഴ്സിന്റെ മത്സരമാണ്. സീനിയേഴ്സിന്റെ മത്സരത്തിൽ അബ്ബാസിയ സ്പാർട്ടൻസ് FC, സാൽമിയ ഷൂട്ടേഴ്സ് തമ്മിലുള്ള മത്സരം ആ കോർട്ടിൽ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഈ രണ്ട് ടീമുകളും ആ കോർട്ടിലേക്ക് മാത്രം മാറുക. അപ്പൊ ആ മത്സരമാണ് ആദ്യമാണ് ആരംഭിക്കുക. സബ് ജൂനിയേഴ്സിന്റെ മത്സരം ഈ കോർട്ടിലാണ് ആരംഭിക്കുക. തൽക്കാലത്തേക്ക് ഇപ്പൊ ആദ്യത്തെ മത്സരം സീനിയേഴ്സിന്റെ അവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കോർട്ട് റെഡി ആയതുകൊണ്ട് അബ്ബാസിയ സ്പാർട്ടൻസ് FCയും സാൽമിയ ഷൂട്ടേഴ്സും. മാർക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ സീനിയേഴ്സ് ഈ കോർട്ട് നമ്പർ 2 പോവുക.